ബസ് യാത്രയിലെ സ്ത്രീകളുടെ ലാഭം സമ്പാദ്യമാക്കും. കെ.എസ്.എഫ്.ഇ പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി. പൊതുമേഖലാ സ്ഥാപനമായ കെ.എസ്.എഫ്.ഇ പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കെ.എസ്.ആർ.ടി.സിയുടെ സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിയിലൂടെ സമ്പാദിക്കുന്ന പണം സ്ത്രീകൾ പിങ്ക് ചിട്ടിയിൽ നിക്ഷേപിക്കുമെന്നാണ് കരുതുന്നത്. വലിയ ശമ്പളം വാങ്ങുന്നവർക്ക് ടിക്കറ്റ് എടുക്കാമെന്നും അതിനുള്ള സൗകര്യം പ്രിയദർശിനിയിലുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലുവയിൽ എം.എൽ.എ മെറിറ്റ് അവാർഡ് വിതരണത്തിന് ശേഷം ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ 1000 കോടി നഷ്ടമായി കണക്കാക്കുന്ന ഒരാളല്ല ഞാൻ. അതിന്റെ ഫലമായി കേരളത്തിൽ സാമൂഹിക സാമ്പത്തിക മാറ്റമുണ്ടാകും. 1000 കോടി കൊടുത്താൽ കിട്ടുന്ന മാറ്റമല്ല അത്. കെ.എസ്.എഫ്.ഇ പിങ്ക് ചിട്ടി ആരംഭിക്കാൻ പോവുകയാണ്. ബസ് യാത്രയിലൂടെ ലാഭിക്കുന്ന തുക പിങ്ക് ചിട്ടിയിൽ നിക്ഷേപിച്ച് സ്വന്തമായി ഒരു വരുമാനമുണ്ടാക്കാൻ അവർക്ക് കഴിയട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രമായി രാത്രികാല പിങ്ക് ബസ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. ഡിജിറ്റൽ AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കെ.എസ്.ആർ.ടി.സി നവീകരിക്കും. സ്പോൺസർഷിപ്പ് വഴി ബസ്സുകൾ സംഭാവന ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്ററും ഫീഡ്ബാക്ക് സംവിധാനവും നടപ്പാക്കാനും ആലോചനയുണ്ട്.